ഇസ്ലാം മതാചാരങ്ങൾ മറ്റു മതക്കാർക്ക് കൂടി അടുത്തറിയാൻ മതസൗഹാർദ്ദ കൂട്ടായ്മ നടത്തി കൊച്ചി പടമുകൾ ജുമാ മസ്ജിദ്. ഇൻഫോ പാർക്കിലെ ടെക്കി കൂട്ടായ്മയായ അമിറ്റി ഫോറവുമായി സഹകരിച്ചാണ് കൂട്ടായ്മ നടന്നത്. 60ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പരസ്പര സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും കാരുണ്യത്തിന്റെയും തുറന്ന വാതിലുകളായി മാറുമ്പോഴാണ് ഏതു മതവും മഹത്തരമാകുന്നതെന്ന സന്ദേശവുമായാണ് പടമുകൾ ജുമാ മസ്ജിദിൽ മതസൗഹാർദ്ദ കൂട്ടായ്മ നടന്നത്. പരസ്പരം അടുത്തറിയാനും മനുഷ്യനും മതവും നിത്യസ്നേഹത്തിന്റെ കണ്ണികളാണെന്ന ബോധം പൊതുസമൂഹത്തിന് പകർന്നു നൽകാനുമായി ഇൻഫോ പാർക്കിലെ ചാരിറ്റി പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയരായ ടെക്കി കൂട്ടായ്മയായ അമിറ്റി ഫോറവുമായി സഹകരിച്ചാണ് ഓപ്പൺ മസ്ജിദ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇസ്ലാം മത ആചാരാനുഷ്ഠാനങ്ങൾ അടുത്തറിയാനും അതിൽ പങ്കുചേരാനും അവസരം ലഭിച്ചതും ഇതര മതസ്ഥർക്ക് പുതിയൊരു അനുഭവമായി മാറി. ഇതിൽ നമുക്ക് ഇന്ന് അത്യാവശ്യമായിട്ടുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇതാണ്. മതങ്ങളെല്ലാവരും ഇതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മെസ്സേജ് നൽകാനുള്ള ഒരു തുടക്കമാവണം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ മറ്റ് ദേവാലയങ്ങളെ പോലെ തന്നെ വളരെ വിശ്വാസികളായ ഒരു കൂട്ടം സഹോദരന്മാർ തങ്ങളുടെ ദൈവത്തെ വാഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ നിബന്ധനകളനുസരിച്ച്, പ്രവാചകൻ്റെ ചുറ്റവട്ടങ്ങളും നിബന്ധനകളും അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഉത്കൃഷ്ടതയെക്കുറിച്ച് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അസർ നമസ്കാരത്തിന് മുന്നേ പള്ളിയുടെ അകത്തളത്തിൽ പ്രത്യേകം ഒരുക്കിയ കസേരകളിൽ ഇതര മതസ്ഥർ അസർ വാങ്കിനായി കാത്തിരുന്നു. മസ്ജിദ് മുഅദ്ദിൻ സലാഹുദ്ദീൻ മഹ്ളരിയുടെ വാങ്ക് എല്ലാവരും കൗതുകത്തോടെ ആസ്വദിച്ചു. വാങ്കിനു ശേഷം അസർ നമസ്കാരത്തെക്കുറിച്ച് അസിസ്റ്റന്റ് ഇമാം ഹനീഫ അഷറഫി ക്ലാസ് എടുത്തു. തുടർന്ന് 60ഓളം സഹോദര സമുദായ അംഗങ്ങൾ അസർ നമസ്കാരം വീക്ഷിക്കുകയും തുടർന്ന് നടന്ന ചർച്ചകളിൽ സജീവ പങ്കാളികളാകുകയും ചെയ്തു. തുടർന്ന് മസ്ജിദ് ടൂർ എന്ന പേരിൽ മുഴുവൻ സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തു. സംഘാടകർ ഒരുക്കിയ സ്നേഹവിരുന്നിൽ പങ്കെടുത്തും സ്നേഹ സമ്മാനങ്ങൾ സ്വീകരിച്ചുമാണ് സഹോദര സമുദായ അംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ പിരിഞ്ഞത്. മീഡിയ 1 കൊച്ചി.